സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. അദ്ദേഹം കൂടി ഉണ്ട്. നമസ്കാരം. നമസ്തേ. ജിജു എന്നാണ് പേര്. ജിജു ഭരത് എന്നാണ് പേര്. തിരുളക്കാവ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് വീട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ 7ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. ഒരു പുതുമുഖമല്ലേ? സ്ഥാനാർത്ഥിയായിട്ട് പുതുമുഖമാണ്. എങ്ങനെയാണ് ഈ ഒരു പുതുമുഖത്തിനെ ആളുകളൊക്കെ ആയിട്ട് എത്തുമ്പോഴുള്ള സമീപനം? പുതുമുഖം എന്ന് പറയുന്നത് ചേർപ്പുകാർക്ക് സുപരിചിതമാണ്, എങ്കിലും ഈ സ്ഥാനാർത്ഥി എന്നത് ഒരു പുതുമുഖമാണ്. അതെ 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 ഞാൻ കാലങ്ങളായിട്ട് ഈ പ്രവർത്തന മേഖലയിലുള്ളതാണ്. നമ്മുടെ ഇലക്ഷനും ബന്ധപ്പെട്ടിട്ട് നമ്മൾ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. സുപരിചിതൻ തന്നെയായിരിക്കാൻ സാധ്യതയുള്ളൂ. 7ാം വാർഡിന്റെ സമഗ്ര വികസനത്തിന് വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മനസ്സിലുള്ള പദ്ധതികൾ? നമ്മൾ ഇതാണ് വരദ എന്ന ആശയം ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കാലങ്ങളായിട്ട് ഈ ആശയങ്ങളുമായിട്ട് സംസാരിക്കലും പല ആളുകളുമായിട്ടും മുതിർന്ന ആളുകളുമായിട്ട് സംസാരിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളാണ്, പുതിയ ആശയങ്ങളാണ്. പുതിയ നാടിന് വേണ്ടി പുതിയ ആശയങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിനൊരു മാതൃക നാടാക്കി പഞ്ചായത്താക്കി മാറ്റുക എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു സ്വപ്നമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തവണ മത്സരിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെ മനസ്സിലും നെഞ്ചിലും ഈ സ്വപ്നങ്ങളുണ്ട്. ഇത് നമ്മൾ തീർച്ചയായി നിറവേറ്റുക തന്നെ ചെയ്യും. ഉറപ്പാണ്, അത് ഉറപ്പാണ്. എത്ര ഘട്ടമായി? ഞാൻ 2 ഘട്ടമായിട്ടുള്ളൂ. 2 ഘട്ടത്തിലേക്കൊക്കെ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയാ അവരുടെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം എത്രത്തോളം? തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ മുഴുവൻ ആത്മവിശ്വാസം ഉണ്ട്. ആ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുമ്പോൾ തിരിച്ചും ആ ആത്മവിശ്വാസം നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. ഈ അണികളൊക്കെ എങ്ങനെ എല്ലാ ദിവസവും കൂടെ ഉണ്ടോ? എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം കൂടി നമ്മുടെ വാർഡ് നല്ല രീതിയിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുന്നതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. തീർച്ചയായിട്ടും ഈ 7ാം വാർഡിനെ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? 7ാം വാർഡിന് വെച്ചാൽ ഇപ്പോൾ വാർഡ് വിഭജനം നടന്നിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഏരിയ പുതിയ കയറി വന്നിട്ടുണ്ട്. അത് മാത്രം പ്രശ്നമുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ 2 ടൈമിൽ BJP തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്യാമ ടീച്ചർ തുടങ്ങി വെച്ച വികസനത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജിജി ചേട്ടൻ ഉണ്ടായിരുന്നു. അതിൽ തുടർച്ചയായിട്ട് ഇനി ജിജി ചേട്ടൻ വരെയാണ്. അതെ അതെ, അവിടെ 100% നമുക്കത് ജിജി ചേട്ടനിൽ തന്നെ തുടങ്ങിയത് ഞങ്ങൾ. അതിനി ജിജി ചേട്ടൻ തുടർന്ന് പിന്നണിയിൽ. അതെ അതെ. എത്രത്തോളം ഉണ്ട് കോൺഫിഡൻസ്? 100% കോൺഫിഡൻസ്. ശക്തമായ മത്സരമായിരിക്കും. ശക്തമായ മത്സരമായിരിക്കും. നമ്മളിപ്പോൾ മാറ്റത്തിനായ ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി BJPയോട് കൂടെ നിൽക്കുന്ന വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും എല്ലാവിധ ഭാവുകളും ഞങ്ങൾ നേരുകയാണ്. വിജയിച്ചു വരട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ ആശംസിക്കുന്നു. ഓരോ ഇനിയിപ്പോ എങ്ങനെയാ രാവിലെ എപ്പോൾ തുടങ്ങും? രാവിലെ 7:30 തുടങ്ങും. നല്ല വെയിലാണ്. നല്ല ചൂടാണ്. രാഷ്ട്രീയ ചൂടുണ്ട്. അപ്പോൾ നമ്മളുമായി ചൂട്ടോടുകൂടി പിന്നാലെ ഓടുക തന്നെയാണ്. നമുക്ക് ജയിക്കണം ഇത്തവണ. പഞ്ചായത്ത് ഭരണം പിടിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അത് പിടിച്ചിരിക്കും. ജനങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവും തന്നെയാണ് നമ്മൾ. അതുപോലെയുള്ള ആശയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പുതിയ ആശയങ്ങൾ തന്നെയാണ്. പുതിയ നാടിന് വേണ്ടി പുതിയ ആശയങ്ങൾ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പൂർണ്ണമായ ആത്മവിശ്വാസം. അപ്പോൾ നമ്മൾ വിജയിക്കുക തന്നെ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഈ സ്ഥാനാർത്ഥി ഒട്ടും വിശർക്കുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ നല്ല വിശർപ്പാണ്. അത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. നമ്മൾ ആശയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഇനി അവർ മനസ്സിലാക്കട്ടെ എന്താന്നുള്ളത്. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഒരു ജിജി കഴിഞ്ഞ് മറ്റൊരു ജിജിയിലേക്കുള്ള യാത്രയാണ്. ജിജി മാറി യു ആയി എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ജായ ഉണ്ട് തുടക്കം. അപ്പൊ ആ ജാക്കാര് ജയത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ. തീർച്ചയായിട്ടും മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം ഞങ്ങൾ കണ്ടുമുട്ടാം. എല്ലാവിധ ഭാവങ്ങളും ഈ സ്ഥാനാർത്ഥിക്കും മീഡിയ4 നേരുകയാണ്.